കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ട് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രൈറ്റിന് ടോണറാണ്. റൈസിൻ്റെ ഗുഡ് വൈബ്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനായിട്ടും സ്കിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പോൾസ് മിനിമൈസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ടോണർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് 0.2% ഉള്ള ഒരു ഫേസറാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ ഫേസിലെ ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഒരു 1 more വീക്ക് കഴിഞ്ഞ് അത് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സെറാണിത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ അണ്ടർ ഐ ക്രീമാണ്. അതിൻ്റെ മിക്ക വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐബീസിൻ്റെ അണ്ടർ ഐ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യണത്. അത് ഞാൻ മോർണിംഗ് നൈറ്റും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. എൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഒരാളാണ് ഞാൻ. ഇങ്ങനെ നമ്മുടെ അണ്ടർ ഐ ഏരിയാസിൽ ഡോട്ടായിട്ട് കൊടുത്ത് ചെറിയ രീതിക്ക് നന്നായി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സെറ്റഫിലാണ് എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണുന്നുണ്ടാവും. സെറ്റഫിൽ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസായി നിർത്താനായിട്ടും പിന്നെ pH ബാലൻസ് ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ് സെറ്റഫിലിൻ്റെ. അതിനുശേഷം ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത് ഒരു ജെല്ലാണ്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ ഫേസിലുണ്ടാവില്ല, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ പീരീഡ്സിൽ വന്ന പിമ്പിളാണത്, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജെല്ല് ഉപയോഗിക്കുന്നത് നന്നായിട്ട് കുറഞ്ഞു കേട്ടോ. വലിയ പിമ്പിളായിരുന്നു, ഇപ്പോൾ ചെറുതായത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹെയർ സെറാണ്. ഇത് നമ്മുടെ ഫെനുഗ്രീക്കിൻ്റെ ഒരു ഹെയർ സെറാണ്. ഇത് ഞാനൊരു 2 വീക്സായി യൂസ് ചെയ്ത് നോക്കണത്. നല്ല രീതിയിൽ മാറ്റം കേട്ടോ. ചെറിയ ബേബി ഹെയർസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഒരു റിവ്യൂ പറയാറായിട്ടില്ല. ഒരു 1 month ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 2 വീക്സ് കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ഈ സ്കാൾപ്പിലൊക്കെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. കൂടുതൽ എവിടെയാണ് നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ അവിടെയുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ എത്തുന്ന പോലെ ഈ സെറം യൂസ് ചെയ്യട്ടോ. അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചില്ലെങ്കിലും നൈറ്റൊന്ന് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ഹെയറിന് അത്രയും നല്ലതാണ്. അതിനുശേഷം ഞാനൊരു കോമ്പ് വെച്ചിട്ട് ഹെയർ നന്നായി ചീവി കൊടുക്കുകയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ നടക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ തലയോട്ടിൽ ഈ സ്കാൾപ്പിൽ കൊള്ളുന്ന രീതിയിൽ തന്നെ ആ കോമ്പ് വെച്ചിട്ട് നമ്മൾ ഈരി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ആ ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കുള്ളൂ. ഇത് ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെപ്പോഴും വൈകുന്നേരം നേർ വാച്ചിലെടുത്ത് മാത്രമല്ലാതെ സൈഡ് വാച്ചിലും പിന്നെ വാച്ചിലെടുക്കാത്ത രീതിയിലൊക്കെ മുടി കെട്ടി വെച്ച് എടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ വാച്ചിൽ തന്നെ എപ്പോഴും എടുക്കാന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും കെട്ടി വെച്ച് മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. മുടി വെറുതെ അഴിച്ചിട്ട് ഉറങ്ങരുത്. അപ്പോൾ നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അനുഭവം ഗുരു. എനിക്ക് അങ്ങനെയാണ് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായത്. വലിയൊരു സ്കിൻ കെയർ സാഹസെല്ലാം കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവാണ്. നമ്മൾ എന്തായാലും നമ്മുടെ നൈറ്റിൽ ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ അടിപൊളി സ്കിൻ കിട്ടും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.